കാളിദാസനും കാലത്തിൻ്റെ ദാസൻ. രചന ജോസഫ് മുണ്ടശ്ശേരി. ഈ നിരൂപണ ലേഖനത്തിലൂടെ ജോസഫ് മുണ്ടശ്ശേരി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എഴുത്തുകാരൻ എവിടെയാണ് നിൽക്കുന്നത് എന്നാണ്. എഴുത്തുകാരൻ്റെ മണ്ണേതാണ്, അയാൾ വലിച്ചെടുക്കുന്ന വളക്കൂറ് ഏത് തരത്തിലുള്ളതാണ്, അയാളെ സ്വാധീനിക്കുന്ന സാമൂഹ്യ ശക്തികൾ എന്തൊക്കെയാണ്, എഴുത്തിൻ്റെ ഊർജം അയാൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്, ഇത്തരം ചോദ്യങ്ങളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ലേഖനമാണ് കാളിദാസനും കാലത്തിൻ്റെ ദാസൻ. എഴുത്തുകാരൻ ഒരു ദന്തഗോപുരവാസിയാണ് എന്ന് കരുതിപ്പോന്ന ഒരു കാലമുണ്ടായിരുന്നു. ആനക്കൊമ്പ് കൊണ്ട് മനോഹരമായ കൊട്ടാരമുണ്ടാക്കി മറ്റ് മനുഷ്യരുടെയൊന്നും സ്പർശനമേൽക്കാത്ത ഒരു ഉയരത്തിൽ എഴുത്തുകാരൻ അങ്ങനെ വിരാജിക്കുകയാണ്. അയാൾ മറ്റെല്ലാവരെയും കാണുന്നുണ്ട്, പക്ഷേ അയാളെ ആർക്കും എത്തിപ്പിടിക്കാനോ തൊടാനോ കഴിയുന്നില്ല. കാരണം അയാൾ നിൽക്കുന്നത് വായനക്കാരനേക്കാൾ എത്രയോ ഉയരത്തിലാണ്. മുമ്പേ പറക്കുന്ന പക്ഷിയാണ് അയാൾ. ഒരുപാട് മുന്നിൽ നടക്കുന്ന വഴികാട്ടിയാണ് അയാൾ എന്നൊക്കെയായിരുന്നു പലരും ധരിച്ചു വന്നിരുന്നത്. അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു ലേഖനമാണ് കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്നുള്ളത്. എഴുത്തുകാരൻ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ അയാൾ ഒരു സാമൂഹ്യ ജീവിയാകാതെ തരമില്ല എന്നും ഈ ലേഖനത്തിലൂടെ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് ജോസഫ് മുണ്ടശ്ശേരി. സാഹിത്യരചനയുടെ ഹേതുവെന്താണ് എന്ന ഒരു അന്വേഷണം, സാഹിത്യരചനയുടെ ലക്ഷ്യം എന്താണ് എന്ന അന്വേഷണം, ഇതൊക്കെ നടക്കുന്ന ഒരു കാലത്താണ് ഈ ലേഖനം എഴുതപ്പെടുന്നത് എന്ന് പറയാം. എഴുത്തുകാരൻ്റെ ഉദ്ദേശ്യം എന്തായിരിക്കണം, എഴുത്തുകാരന് താൻ ജീവിക്കുന്ന സമൂഹത്തിനോടുള്ള നിലപാടെന്തായിരിക്കണം എന്നൊക്കെ ആ കാലത്തെ എഴുത്തുകാരും വായനക്കാരും വളരെ ഗൗരവമായി തന്നെ ചിന്തിച്ചിട്ടുണ്ട്. രണ്ട് ഉത്തരമാണ് പ്രധാനമായും ഉയർന്നു വന്നത്. ഒന്ന്, കലയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ഉത്തരമാണ്. അതായത് ഒരാൾ കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ സാഹിത്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് അതുകൊണ്ടുണ്ടാകുന്ന ഒരു തരം ആനന്ദം ലക്ഷ്യം വെച്ച് മാത്രമാണ്. എഴുതുന്നത് എഴുത്തിനു വേണ്ടി മാത്രമാണ്. ഒരു പാട്ട് പാടുന്നതിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദത്തിന് വേണ്ടി മാത്രമാണ്. വരയ്ക്കുന്നതിൽ നിന്നുള്ള ആനന്ദത്തിന് വേണ്ടി മാത്രമാണ്. അത് കാണുമ്പോൾ ലഭിക്കുന്ന ആനന്ദത്തിനും കേൾക്കുമ്പോൾ ലഭിക്കുന്ന ആനന്ദത്തിനു വേണ്ടി പാട്ട് കേൾക്കുകയും ഒക്കെയാണ് എന്നുള്ളതാണ് ഈ വാദത്തിൻ്റെ അടിസ്ഥാനം. അവരതിനെ കലയ്ക്കു വേണ്ടി എന്ന് വാദിച്ചു. മറ്റ് കാരണങ്ങളൊന്നും അതിനെ നിയന്ത്രിക്കുന്നില്ല. കലാരചനയെ നിയന്ത്രിക്കുന്നത് കലാരചനയോടുള്ള താല്പര്യം മാത്രമാണ്. മറ്റൊരു കാരണവും അതിൻ്റെ മേൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നവർ കരുതി. രണ്ടാമത്തെ വിഭാഗം കല ജീവിതത്തിന് വേണ്ടിയാണ് എന്ന് വാദിക്കുന്നവരാണ്. ഒരാൾ എഴുതുന്നത് നിലവിലുള്ള ജീവിതത്തെ പ്രതിഫലിപ്പിക്കാനും ജീവിതത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താവുന്ന തരത്തിലുള്ള ചില കാഴ്ചപ്പാടുകളും മൂല്യബോധവും ഒക്കെ മുന്നോട്ട് വയ്ക്കാനുമാണെന്നൊക്കെ അവർ വിചാരിച്ചു പോന്നു. മനുഷ്യ ജീവിതത്തിനെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള ഒരു ഉത്ബോധന മാധ്യമം എന്ന നിലയിൽ വരെ ചിലർ ഇവരുടെ കൂട്ടത്തിൽ സാഹിത്യത്തെയും കലയൊക്കെ കാണുന്നുണ്ട്. അത് പ്രചരണ ഉപാധി വരെ ആയി അവർ കാണുന്നു. തങ്ങൾക്ക് പറയാനുള്ള ആശയത്തെ, സാമൂഹ്യ പുരോഗതിക്കുതകുന്ന ഒരു ആശയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉപകരണം ആണ് സാഹിത്യം അല്ലെങ്കിൽ കല. അതുകൊണ്ട് പ്രചരണ സാഹിത്യം എന്ന് പോലും ഇവരുടെ കൃതികൾ വിളിക്കപ്പെട്ടിട്ടുണ്ട്.
പ്രധാനമായിട്ടും പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിനാണ് ആ പേര് കേൾക്കേണ്ടി വന്നത്. അവരിൽ പലരും ആദ്യകാലത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി പ്രത്യക്ഷമായോ അല്ലെങ്കിൽ മനസ്സുകൊണ്ടോ ചേർന്ന് നിന്നവരാണ്. നേരിട്ട് ചിലപ്പോൾ അവർ പാർട്ടി പ്രവർത്തകരൊന്നും ആയിട്ടില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് അവർക്ക് ചെറിയ അനുഭവമെങ്കിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ രചനകളിലൊക്കെ ഒരു തരത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ നിലവിലുള്ള അവസ്ഥ അത്ര ഗുണകരമല്ലെന്നും അത് കുറെ കൂടി മെച്ചപ്പെടുത്താവുന്ന തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ തങ്ങളുടെ രചനകളിലൂടെ മുന്നോട്ട് വയ്ക്കാമെന്നുമൊക്കെയുള്ള ഒരു തോന്നൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അവരുടെ സാഹിത്യ ലക്ഷ്യത്തെയാണ് നാം കല ജീവിതത്തിന് വേണ്ടിയാണ് എന്ന് വിളിക്കുന്നത്. കല കലയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നവരെ അവർ എഴുത്തുകാരെ സാമൂഹ്യ ജീവികളായി കാണാതെ ഇതിൽ നിന്നൊക്കെ കുറച്ച് മാറി നിൽക്കുന്ന ഒരു തലത്തിൽ മറ്റൊരു തലത്തിൽ ജീവിക്കുന്നവരായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിലുള്ള ആളുകളെ പ്രതിപക്ഷത്ത് നിർത്തിക്കൊണ്ട് എഴുത്തുകാരൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയെയും എഴുത്തുകാരൻ്റെ മേൽ സമൂഹം ചെലുത്തുന്ന സ്വാധീനത്തെയും വിലയിരുത്തുകയാണ് മുണ്ടശ്ശേരി ചെയ്യുന്നത്. കവി സാമൂഹ്യ ജീവിയാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ ക്ഷോഭിക്കുന്ന ഒരു കൂട്ടരെ കുറിച്ചാണ് അദ്ദേഹം തുടക്കത്തിൽ പറയുന്നത്. ഇന്ന് വരെ സാഹിത്യത്തിൽ അവർ കോയ്മകൾ മേലധികാരം സ്ഥാപിച്ച ആളുകളായിരുന്നു. അവർക്ക് ഈ ഭൂമിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത പോലെയാണ് അവർ ജീവിച്ചത്. ഒരുതരം അലോക ഭവ്യന്മാരാണ് എന്നാണ് മുണ്ടശ്ശേരി അവരെ വിശേഷിപ്പിക്കുന്നത്. ഈ ലോകത്ത് സാധാരണ പോലെ ജനിച്ച് ജീവിച്ചു പോകുന്ന ആളുകളല്ല അവർ. അമാനുഷികമായ അലൗകികമായ ചില ശേഷികളുള്ള ആളുകളാണ് എന്നൊക്കെ അവർ കരുതുന്നുണ്ട്. സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കൊക്കെ സാമാന്യ ജനങ്ങൾക്ക് ഇല്ലാത്ത ചില സവിശേഷതകളുണ്ട് എന്ന് സമ്മതിച്ചു കൊടുക്കാൻ മുണ്ടശ്ശേരി തയ്യാറാണ്. പക്ഷെ അതിലപ്പുറത്തേക്ക് കടന്നുള്ള ഒരു ചിന്ത പോകുന്നത് കുഴപ്പമാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഋഷികളായി ജീവിക്കുന്നവരാണ് കവികൾ, ഋഷികളെ പോലുള്ളവരാണ് കവികൾ എന്നൊക്കെ, അല്ലെങ്കിൽ ഋഷികൾ തന്നെയാണ് കവികൾ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഋഷിയുടെ മനസ്സ് പോലെ എല്ലാറ്റിൽ നിന്നും വിമുക്തി നേടി ദൈവികമായ ഒരു വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരാൾക്ക് സാഹിത്യകാരനായി തീരാൻ കഴിയുമോ എന്നുള്ള സന്ദേഹം കൂടി ഈ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട് മുണ്ടശ്ശേരി. നമ്മുടെ വിളിപ്പെട്ട സാഹിത്യകൃതികൾ, അതായത് പേരുകേട്ട പ്രശസ്തമായ സാഹിത്യകൃതികൾ വായിക്കുമ്പോഴൊക്കെ ആ രചനകളുടെ പിന്നിൽ എഴുത്തുകാരനെ സ്വാധീനിച്ച, എഴുത്തുകാരൻ ആ കൃതി നടത്തുമ്പോഴുണ്ടായിരുന്ന സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത തൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നാണ് മുണ്ടശ്ശേരി പറഞ്ഞു വയ്ക്കുന്നത്. എഴുത്തുകാരൻ ഒരു പ്രത്യേക രചന നടത്തുമ്പോൾ അയാളുടെ ജീവിത ചുറ്റുപാടുകൾ എന്തായിരുന്നോ ആ ജീവിത ചുറ്റുപാടുകൾ അയാളുടെ കൃതിയെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് താൻ വായിച്ച കൃതികൾ പലപ്പോഴും തനിക്ക് അനുഭവപ്പെടുത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏത് സാഹചര്യത്തിലാണോ എഴുത്തുകാരൻ ജീവിക്കുന്നത്, അയാളുടെ സാമൂഹ്യ ചുറ്റുപാടുകൾ ഏതാണോ ആ സാമൂഹ്യ ചുറ്റുപാടുകൾക്ക് അദ്ദേഹത്തിൻ്റെ കൃതികളെ സ്വാധീനിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് ചുരുക്കി പറയാം. അതാണ് തത്തൽക്കാലങ്ങളിലെ സാമൂഹ്യ മര്യാദകൾ അക്കാലത്തെ കൃതികളിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് മുണ്ടശ്ശേരി പറയുന്നത്. ഒരു അപ്പൂപ്പൻ താടി കാറ്റത്ത് പറന്നു പോകുന്നത് പോലെ സാമൂഹ്യ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ വിട്ടുമാറിക്കൊണ്ട് ഒരു എഴുത്തുകാരന് സഞ്ചരിക്കാൻ കഴിയില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢിത്തമാണ് പറയുന്നത് എന്നാണ് ചുരുക്കം.
പഴയ കാലത്തെ മഹാകാവ്യങ്ങളിലെയും നാടകങ്ങളിലെയും ഒക്കെ പ്രതിപാദ്യങ്ങളെ, അവയുടെ ആശയത്തെ, കഥയെ, അവയുടെ മൂല്യങ്ങളെയൊക്കെ നോക്കി പഠിക്കുമ്പോൾ ആ കവികളുടെ രചനകളിലൊക്കെ അവർ ജീവിച്ചിരുന്ന കാലത്തെ ആദർശങ്ങളുടെ കയ്യേറ്റം തെളിഞ്ഞു കാണാം. കയ്യേറ്റം എന്ന പ്രയോഗം ശ്രദ്ധാപൂർവം തന്നെ നടത്തുന്നതാണ്. എന്താണ് കയ്യേറ്റം? നാം അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു കടന്നുകയറ്റത്തെ അല്ല കടന്നു വരവല്ല അത്. മറിച്ച് നമ്മുടെ സമ്മതം കൂടാതെ നടത്തുന്ന ഒരു പിടിച്ചുപറി പോലുള്ളൊരവസ്ഥയാണ്. ഒരാൾ ബലം പ്രയോഗിച്ച് നമ്മുടെ ഇടത്തേക്ക് കയറി വരുന്നതിനെയാണ് നാം കയ്യേറ്റം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ എഴുത്തുകാരൻ്റെ സമ്മതം കൂടാതെ തന്നെ അയാളുടെ കൃതികളുടെ ആന്തരികമായ അർത്ഥതലങ്ങളിലേക്ക് അവരുടെ ജീവിതകാലം ഇടപെട്ടിരുന്നു. ഉദാഹരണത്തിന്, നാം ഇപ്പോൾ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും അനുഭവിക്കുന്ന കാര്യങ്ങൾ നാം ഒരു പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിൽ പ്രതിഫലിക്കാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് മുണ്ടശ്ശേരി പറഞ്ഞു വെക്കുന്നത്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങളുടെ എഴുത്തിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്. കവികൾ തങ്ങൾ ജീവിച്ച കാലങ്ങളിലെ സാമൂഹ്യ സംസ്കാരത്തിന് അടിമപ്പെട്ടിരുന്നു. കാലികാദർശങ്ങളുടെ കയ്യേറ്റം സാമൂഹ്യ സംസ്കാരത്തിന് അടിമപ്പെട്ടിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എഴുത്തുകാരൻ മനഃപൂർവ്വം അതിന് വഴങ്ങിക്കൊടുക്കുകയല്ല, മറിച്ച് അയാളുടെ സമ്മതം പോലും നോക്കാതെ, അയാളുടെ വിസമ്മതത്തെ പോലും മറികടന്നുകൊണ്ട് കാലം അയാളുടെ കൃതികളിൽ ഇടപെടുന്നു എന്നാണ്. നിങ്ങളുടെ ചുറ്റുപാടുള്ള ഒരു ജീവിത വ്യവസ്ഥ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ രചനയിൽ ഇടപെടും എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം. ലോകോത്തര കൃതികളിലൊന്നായ ശാകുന്തളത്തെ മുൻനിർത്തിക്കൊണ്ടാണ് എഴുത്തുകാരൻ കാലത്തിൻ്റെ ദാസനാണ് എന്ന തൻ്റെ വാദമുഖത്തെ ജോസഫ് മുണ്ടശ്ശേരി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് ആദ്യം ആ രണ്ട് കഥകൾ, കാളിദാസന്റെ ശാകുന്തളവും കാളിദാസന്റെ ശാകുന്തളത്തിന് അടിസ്ഥാനമായ മഹാഭാരതത്തിലെ ശകുന്തള കഥയും ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കാം. കാളിദാസന്റെ ശാകുന്തളത്തിൽ കണ്വ മഹർഷിയുടെ ആശ്രമത്തിൽ കഴിയുന്ന ശകുന്തളയുടെ അടുത്തേക്ക് ഒരു ദിവസം നായാട്ടിനായി വന്ന ദുഷ്യന്തൻ എത്തിപ്പെടുകയാണ്. ശകുന്തളയെ ഒരു വണ്ട് ആക്രമിക്കുന്നത് കണ്ട് ആ വണ്ടിനെ ഓടിച്ചുകൊണ്ടാണ് ദുഷ്യന്തൻ അവളുടെ അടുത്തെത്തുന്നത്. പ്രഥമ ദൃഷ്ട്യ അവർക്കിരുവർക്കുമിടയിൽ അനുരാഗമുണ്ടാവുന്നുണ്ട്. അന്ന് അനുവദനീയമായ ഒരു വിവാഹ രീതിയാണ് ഗാന്ധർവ വിവാഹം. സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുടെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ അവർക്ക് വിവാഹം കഴിക്കാം എന്നുള്ളതാണ് വൈവാഹിക രീതിയുടെ ഒരു പ്രത്യേകത. ഗാന്ധർവ രീതി അനുസരിച്ച് കാളിദാസന്റെ ദുഷ്യന്തൻ ശകുന്തളയെ വിവാഹം കഴിക്കുന്നു. ശകുന്തളയ്ക്ക് അറിയാം തന്നെ വിവാഹം കഴിക്കാൻ വന്നിരിക്കുന്നത് ഒരു രാജാവാണെന്ന്. രാജാവ് ആണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ദുഷ്യന്തൻ അവളെ വിവാഹം കഴിക്കുന്നതും. അദ്ദേഹം അവൾക്ക് മുന്നിൽ ചില വാഗ്ദാനങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അത് താൻ കൊട്ടാരത്തിൽ തിരിച്ചു ചെന്ന ശേഷം അവളെ തിരികെ കൊണ്ടുപോകാമെന്നും അവൾക്ക് തന്നിലുണ്ടാകുന്ന മകന് യുവരാജ പദവി നൽകിക്കൊള്ളാമെന്നുമാണ്. പക്ഷേ രാജാവ് തിരിച്ചുപോയി കാലങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം അവളെ സ്വീകരിക്കാൻ വരുന്നില്ല. അതിനൊരു കാരണം കൂടി കാളിദാസൻ അവതരിപ്പിക്കുന്നുണ്ട്. ദുഷ്യന്തൻ പോകുന്ന മുമ്പ് ശകുന്തളയ്ക്ക് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മുദ്ര മോതിരമാണ്. അദ്ദേഹം അവളോട് പറയുന്നത്, ഈ മോതിരത്തിലെ അക്ഷരങ്ങൾ എണ്ണിക്കോളൂ, നീ അത് എണ്ണിത്തീരുമ്പോഴേക്കും, ഒരു ദിവസം ഒരക്ഷരം എന്ന രീതിയിൽ എണ്ണിത്തീരുമ്പോഴേക്കും
നിന്നെ കൊണ്ടുപോകാൻ ഞാൻ കൊട്ടാരത്തിൽ നിന്ന് ആളെ അയക്കാമെന്നാണ്. ദുഷ്യന്തൻ പോയ ശേഷം ശകുന്തള ദുഷ്യന്തനുമൊത്തുള്ള പ്രണയ നിമിഷങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയിൽ സ്വയം മറന്നു നിൽക്കുകയാണ്. അപ്പോഴാണ് ദുർവാസാവ് മഹർഷി കണ്വാശ്രമത്തിലേക്ക് വരുന്നത്. ആശ്രമത്തിലേക്ക് വന്ന ദുർവാസാവിനെ ശകുന്തള കണ്ടതേയില്ല. തന്നെ വേണ്ട രീതിയിൽ ബഹുമാനിക്കാതെ ശകുന്തള മറ്റാരെയോ ചിന്തിച്ചിരിക്കുന്നത് കണ്ട് കുപിതനായ ദുർവാസാവ് അവളെ ശപിച്ചു. നീ ആരെ ഓർത്തിരിക്കുന്നോ അവൻ നിന്നെ മറന്നു പോകട്ടെ. നീ അവനെ മറന്നു പോകട്ടെ എന്നല്ല, അവൻ നിന്നെ മറന്നു പോകട്ടെ. അതിനേക്കാൾ വലിയൊരു ശാപമല്ലല്ലോ. സദാ നാം ആരെ ഓർത്തിരിക്കുന്നോ അയാൾ നമ്മളെ മറന്നു പോകട്ടെ എന്നാണ് ദുർവാസാവിന്റെ ശാപം. പാവം ശകുന്തള അത്തരം ഒരു ശാപം ഉണ്ടായതുപോലും അറിയാത്ത തരത്തിൽ ഓർമ്മയിൽ സ്വയം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ്. ശകുന്തളയുടെ തോഴിമാർ മാത്രമാണ് വിവരം അറിഞ്ഞത്. അവൾ അപ്പോഴും ദുഷ്യന്തനെ പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തോഴിമാർ മഹർഷിയെ കണ്ട് അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ച് അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് ഈ ശാപത്തിൽ നിന്ന് അവൾക്ക് മോചനം നേടിക്കൊടുക്കുന്നുണ്ട്. ആ മോചനം ഇപ്രകാരമാണ്: ശകുന്തളയ്ക്ക് ദുഷ്യന്തനെ എന്തെങ്കിലും തരത്തിലുള്ള അടയാളങ്ങൾ കാണിക്കാൻ പറ്റിയാൽ അയാൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നതാണ്. തോഴിമാർക്ക് സന്തോഷമായി. അവളുടെ കയ്യിൽ അദ്ദേഹം കൊടുത്ത മോതിരമുണ്ടല്ലോ. പക്ഷേ അവർ ഈ വിവരം ശകുന്തളയെ അറിയിക്കുന്നതേയില്ല. കുറച്ചു കാലം കഴിഞ്ഞു. കണ്വമഹർഷി കാര്യങ്ങളൊക്കെ അറിഞ്ഞു. തന്റെ മകൾ ഗർഭിണിയായിരിക്കുന്നു. ആ ഗർഭത്തിന് ഉത്തരവാദി ദുഷ്യന്തനാണ്. അതുകൊണ്ട് മകളെ മുനികുമാരന്മാരുടെ കൂടെ അദ്ദേഹം ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു. കൊട്ടാരത്തിലെത്തിയപ്പോൾ ദുഷ്യന്തൻ ശകുന്തളയെ ഓർക്കുന്നേയില്ല. താൻ ഇങ്ങനെയൊരു വിവാഹം നടത്തിയിട്ടില്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഒടുവിൽ ശകുന്തള തന്റെ അടയാള മോതിരം കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അറിയുന്നത് അത് വഴിയിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഒടുവിൽ ശകുന്തള പ്രസവിക്കുന്ന കുഞ്ഞിന് രാജലക്ഷണങ്ങളുണ്ടെങ്കിൽ അവളെ സ്വീകരിക്കാമെന്നുള്ള ഒരു പൊതുജനാഭിപ്രായം ഉയർന്നു വരികയും അതനുസരിച്ച് മന്ത്രിയുടെ കൊട്ടാരത്തിലേക്ക് ശകുന്തളയെ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ശകുന്തളയുടെ അമ്മയുടെ ഒരു തോഴി വന്നിട്ട് അവളെ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നീട് ശകുന്തള കാശ്യപാശ്രമത്തിൽ താമസിക്കുമ്പോൾ അവിടെ വെച്ച് പ്രസവിച്ച് ഭരതൻ എന്ന് പേരിട്ട മകനുമായി താമസിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു യുദ്ധത്തിൽ ഇന്ദ്രനെ സഹായിക്കാൻ പോയ ദുഷ്യന്തൻ അതുവഴി തിരിച്ചു വരികയും അവിടെ വെച്ച് തൻ്റെ ഭാര്യയെയും മകനെയും കണ്ട് അവരെ തിരിച്ചറിയുകയും ചെയ്യുന്നു. ഈ യാത്രയ്ക്ക് മുമ്പേ തന്നെ ഒരു സന്ദർഭത്തിൽ ദുഷ്യന്തൻ തൻ്റെ മുദ്രമോതിരം തിരിച്ചു കിട്ടുന്ന ഒരു സന്ദർഭം കൂടി കാളിദാസൻ എഴുതി വച്ചിട്ടുണ്ട്. ദുഷ്യന്തന്റെ നാട്ടിലെ ഒരു മുക്കുവൻ മീൻ പിടിച്ചപ്പോൾ മീനിന്റെ വായിൽ രാജാവിന്റെ മുദ്രമോതിരം ഉണ്ടായിരുന്നു. അത് രാജാവിന്റെ അടുത്തെത്തുമ്പോഴേക്കും രാജാവിന് ബോധ്യമായി ഈ മോതിരത്തിന്റെ സഞ്ചാര വഴികളൊക്കെ താൻ തന്റെ പ്രിയപ്പെട്ട ശകുന്തളയെ ഉപേക്ഷിച്ചു കളഞ്ഞതിൽ അദ്ദേഹത്തിന് മനസ്താപം ഉണ്ടാവുന്നു. ആ സന്ദർഭത്തിന് ശേഷമാണ് സ്വർഗത്തിലെ യുദ്ധത്തിന് പോകുന്നതും തിരിച്ചു വരും വഴി ശകുന്തളയെയും മകനെയും കാണുന്നതും അവരെ കൂട്ടിക്കൊണ്ടുവരുന്നതും. ഇത് അഭിജ്ഞാന ശാകുന്തളം എന്ന കാളിദാസന്റെ നാടകത്തിന്റെ രത്നച്ചുരുക്കം. ഇതേ കഥ മഹാഭാരതത്തിലുണ്ട്. മഹാഭാരതത്തിലെ കഥയെ അല്പമൊന്ന് രൂപമാറ്റം വരുത്തി സ്വീകരിക്കുകയാണ്, അല്ലെങ്കിൽ അല്പമൊന്ന് ആശയമാറ്റം വരുത്തി സ്വീകരിക്കുകയാണ് കാളിദാസൻ ചെയ്തത്. മഹാഭാരതത്തിലെ ശകുന്തളയെ ദുഷ്യന്തൻ ഗന്ധർവ രീതിയായി വിവാഹം കഴിക്കുന്നു. രാജാവ് തിരിച്ചു വരാമെന്ന് വാക്കുകൊടുത്ത് കൊട്ടാരത്തിലേക്ക് പോകുന്നു, പക്ഷെ തിരിച്ചു വരുന്നില്ല. അതൊക്കെ രണ്ട് കഥയിലും ഒരുപോലെ തന്നെയാണ്. പിന്നീട് രാജാവിന്റെ അടുത്തേക്ക് ശകുന്തളയെ കണ്വ മഹർഷി
മുനികുമാരന്മാരുടെ കൂടെ അയക്കുന്നു. അപ്പോഴും രാജാവ് അവളെ തിരിച്ചറിയുന്നില്ല. അദ്ദേഹം ഇത്തരം ഒരു സന്ദർഭമേ ഉണ്ടായിട്ടില്ല എന്ന് കൈകഴുകുന്നു. അപ്പോഴാണ് ശകുന്തള വളരെ കുപിതയായി സംസാരിക്കുന്നതും അദ്ദേഹത്തെ മോശമായ മനുഷ്യൻ എന്ന നിലയിൽ അധിക്ഷേപിക്കുന്നതും. താൻ ഇത്തരം അധിക്ഷേപങ്ങൾക്കൊന്നും അർഹനല്ലല്ലോ, എന്തിനിങ്ങനെ പറയുന്നു എന്ന് ദുഷ്യന്തൻ അത്ഭുതപ്പെടുന്ന. അപ്പോഴാണ് ഒരു അശരീരി ഉണ്ടാവുന്നത്. ആ അശരീരിയിൽ രാജാവേ, ഇത് താങ്കളുടെ ഭാര്യയാണ്, അവളുടെ വയറ്റിൽ വളരുന്നത് നിങ്ങളുടെ കുഞ്ഞാണ് എന്ന വാക്യങ്ങൾ ഉണ്ടാവുന്നു. രാജാവ് സന്തോഷത്തോടെ അവളെ സ്വീകരിക്കുന്നു. ഇത് മഹാഭാരതത്തിലെ കഥ. മഹാഭാരതത്തിലെ ശാകുന്തളത്തിലെ ശകുന്തളയേക്കാൾ ധീരയും തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ കരുത്തുള്ളവളുമായ കഥാപാത്രമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ രണ്ട് കഥകളെയും അവതരിപ്പിക്കുന്ന സമയത്ത് ജോസഫ് മുണ്ടശ്ശേരി. മഹാഭാരതത്തിലെ ശാകുന്തളവും കാളിദാസൻ ആ ശാകുന്തള കഥയ്ക്ക് വരുത്തിയ മാറ്റങ്ങളുമാണ് നാം ചർച്ച ചെയ്തത്. ഈ മാറ്റത്തിന് പിറകിലുള്ള പ്രേരണ എന്താകാം എന്ന അന്വേഷണമാണ് തുടർന്ന് ജോസഫ് മുണ്ടശ്ശേരി നിർവഹിക്കുന്നത്. പൊതുവെ ആളുകൾ മികച്ച വായനക്കാരായ, ലോകത്തെവിടെയും മികച്ച വിമർശകരെന്ന് പ്രകീർത്തിക്കപ്പെട്ട ഒട്ടനവധി പേർ ശാകുന്തളത്തെ, അഭിജ്ഞാന ശാകുന്തളത്തെ, കാളിദാസന്റെ കൃതിയെ ഏറെ പുകഴ്ത്തുന്നുണ്ട്. അത് പ്രണയത്തെ മണ്ണിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി എന്നാണ് ടാഗോർ നിരീക്ഷിക്കുന്നത്. പുഷ്പത്തിൽ നിന്ന് ഫലത്തിലേക്കും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കും ജഡത്തിൽ നിന്ന് ആത്മാവിലേക്കും കാളിദാസൻ അനുരാഗത്തെ ഉയർത്തി എന്ന് ടാഗോർ നിരീക്ഷിക്കുന്നത് പ്രണയത്തിന്റെ സ്വാഭാവികമായ ഒരു വളർച്ചയല്ല, മറിച്ച് വിരഹത്തിന്റെ തീയിലൂടെ കടന്നുപോയി ഊതിക്കാച്ചിയ പൊന്നുപോലെയായിത്തീരുന്ന ഒരു പ്രണയബന്ധമായാണ് ലോകം അഭിജ്ഞാന ശാകുന്തളത്തിലെ ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും പ്രണയത്തെ കാണുന്നത്. പ്രണയത്തിന്റെ മഹത്തായ ഒരു മാതൃക ചൂണ്ടിക്കാണിക്കുകയാണ് കാളിദാസൻ ചെയ്തത് എന്ന് ഗീത തൊട്ട് ടാഗോർ വരെയുള്ള യൂറോപ്പിലെയും ഇന്ത്യയിലെയും ഒക്കെ വിമർശകന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഉദ്ദേശം എഴുത്തുകാരനുണ്ടായിരുന്നോ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ലെങ്കിലും വിമർശകന്മാർ അത്തരം ഒരു താല്പര്യം ഈ കൃതിയിൽ നിന്ന് കണ്ടെത്തുന്നുണ്ട്. സംസ്കാരത്തിന്റെ ജീവനായി, കാളിദാസന്റെ സംസ്കാരത്തിന്റെ ജീവനായി ഈ പ്രേമാദർശത്തെയാണ് പലരും എണ്ണുന്നത്. എന്നാൽ മഹാഭാരതത്തിലെ ശകുന്തളയുടെ കഥയുടെ ലക്ഷ്യം ഇതായിരുന്നോ എന്ന് നാം അന്വേഷിക്കേണ്ടതുണ്ട്. അവിടെ ശകുന്തള സാധാരണ നിലയിൽ സംഭവിക്കുന്നത് പോലെ തന്നെ ഗാന്ധർവ വിവാഹത്തിലൂടെ ഗർഭിണിയാക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും രാജാവിനെ, ദുഷ്യന്തനെ പ്രത്യേകിച്ച് വെള്ളപൂശുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും അന്നത്തെ കവി, മഹാഭാരത കർത്താവ് ചെയ്യുന്നില്ല എന്നാണ് കാളിദാസന്റെ കൃതിയെ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മുണ്ടശ്ശേരി കണ്ടെത്തുന്നത്. കാളിദാസൻ അവതരിപ്പിക്കുന്ന ദുഷ്യന്തനിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ദുഷ്യന്തനാണ് മഹാഭാരതത്തിലെ ദുഷ്യന്തൻ. കാളിദാസന്റെ ശകുന്തളയേക്കാൾ കൂടുതൽ കരുത്തും ധർമ്മബോധവും അവകാശബോധവുമുള്ള ഒരു നായികയാണ് ശാകുന്തളത്തിലെ ശകുന്തള. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം ഉണ്ടാകുന്നത് എന്നുള്ള അന്വേഷണമാണ് ഈ ഉപന്യാസത്തിന്റെ കാതലായി മാറുന്നത്. നമുക്ക് ആ വ്യത്യാസത്തിലേക്ക് കടക്കാം. പഴയ കാലത്ത് രാജാക്കന്മാർ അവരുടെ കാമപൂർത്തിക്ക് വേണ്ടി സ്ത്രീകളെ ഉപയോഗപ്പെടുത്തിയിരുന്നെന്നും അതിനുശേഷം താനൊന്നും അറിയാത്ത ഭാവത്തിൽ അവർ പലപ്പോഴും നടന്നു പോയിട്ടുണ്ടെന്നും ചൂണ്ടിക്കാണിക്കുകയും ആ രീതി ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക മഹാഭാരത കർത്താവിന്റെ ലക്ഷ്യമായിരിക്കാം എന്ന് മുണ്ടശ്ശേരി
ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കാളിദാസന്റെ കാലത്തെത്തുമ്പോഴേക്കും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാവുന്ന നിലയിൽ നിന്ന് എഴുത്തുകാർക്ക് പിന്നോക്കം പോകേണ്ടി വരുന്നു. അതിന് കാരണം ഒരു പക്ഷേ അവരുടെ മേൽ അന്നത്തെ രാജനീതിയുടെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതായിരിക്കണം. അതാണ് തുടർന്ന് പറയുന്നത്. പുകമൂടിയ കാൽപ്പനിക ലോകത്തിലെ അമാനുഷ്യങ്ങളായ ജീവിത മൂല്യങ്ങളെ ചൂണ്ടിക്കാണിക്കുക എന്നതിനപ്പുറം ശകുന്തളയുടെ കഥ പറഞ്ഞ മഹാഭാരത കർത്താവിന്റെ പ്രധാന ലക്ഷ്യം പുരുഷന്റെ സ്വേച്ഛാചാരിത്വവും അധിനായകത്വകാംക്ഷയും നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുകയാണ്. അതേസമയം സ്ത്രീയുടെ തന്റേടവും അവകാശബോധവും അവളിൽ നിന്ന് എടുത്തു മാറ്റാനും ആ എഴുത്തുകാരൻ തയ്യാറായിട്ടില്ല. രണ്ട് തരത്തിലാണ് അദ്ദേഹം സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ അവതരണം നടത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പുരുഷൻ അവന്റെ സ്വതസിദ്ധമായ ലൈംഗിക താല്പര്യത്തെ പരമാവധി എപ്പോഴും പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സ്ത്രീ ആയിട്ടല്ല ശകുന്തളയെ നമ്മൾ കാണുന്നത്. പരസ്പര അനുരാഗത്തിലൂടെ ഇരുവരും ഒന്നു ചേരുകയും ഗാന്ധർവ വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും തൻ്റെ അവകാശബോധവും തന്റേടവും ഒന്നും ആർക്കും അടിയറ വയ്ക്കാൻ തയ്യാറല്ലാത്ത ഒരു കാഴ്ചപ്പണ്ടമായി മാറാൻ തയ്യാറാവാത്ത ശകുന്തളയെയാണ് വ്യാസൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പുകമൂടിയ കാൽപ്പനിക ലോകത്തെയല്ല വ്യാസൻ ആവിഷ്കരിച്ചത് എന്ന് സൂചിപ്പിക്കുന്നത്. പുകമൂടിയ കാൽപ്പനിക ലോകം എന്നുള്ളത് കാളിദാസന്റെ കവിതയുടെ പശ്ചാത്തലത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. അമാനുഷികമായ ജീവിതങ്ങൾ, യഥാർത്ഥ ഭൂമിയിൽ നടക്കുന്ന പ്രണയത്തെ, അവരുടെ വിവാഹത്തെ, വിവാഹശേഷമുണ്ടാകുന്ന വിരഹത്തെ, അല്ലെങ്കിൽ വിരഹത്തിനപ്പുറത്ത് ഭർത്താവ് ഉപേക്ഷിക്കുന്നതിനെ, ശകുന്തളയെ ഭർത്താവ് നിഷ്കരണം ഉപേക്ഷിക്കുന്നതിനെയൊക്കെ അമാനുഷികമായ ഒരു തലത്തിൽ വെച്ചിട്ടാണ് അഭിജ്ഞാന ശാകുന്തളം ആവിഷ്കരിക്കുന്നത്. അവിടെ സ്വർഗത്തിൽ നിന്ന് അപ്സരസിന്റെ കടന്നുവരവും ശകുന്തളയെ ഭൂമിയിൽ നിന്ന് തൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതും കാശ്യപാശ്രമത്തിൽ അവളെ താമസിക്കാൻ അയക്കുന്നതൊക്കെ ആയിട്ടുള്ള സന്ദർഭങ്ങൾ ഈ ഭൂമിയിലെ പ്രണയ സന്ദർഭത്തിൽ നിന്ന് അതിനെ അടർത്തി മാറ്റി മറ്റൊരു ഇടത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അത് കാൽപ്പനികമായൊരു ഭാവനയുടെ തലമാണ്, അമാനുഷികമായ ഒരു ഇടമാണ്. അത്തരത്തില് ഭൂമിയിൽ നിന്ന് പ്രണയത്തെ, അല്ലെങ്കിൽ ഈ ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും ജീവിതത്തെ കുറച്ചു കാലത്തേക്ക് എങ്കിലും കാളിദാസൻ മാറ്റി നിർത്തുന്നുണ്ട്. അത്തരം മാറ്റി നിർത്തലുകളൊന്നുമില്ലാതെ ഈ ഭൂമിയിൽ തന്നെ സംഭവിക്കുന്ന ഒന്നായിട്ട്, സാധാരണ മനുഷ്യന്മാരുടെ ഇടയിൽ സംഭവിക്കുന്നത് പോലുള്ള ഒരു പ്രണയബന്ധമായിട്ട് മഹാഭാരതത്തിൽ നമുക്ക് ശകുന്തളയുടെ കഥ കാണാൻ പറ്റും. എന്തായിരിക്കാം ഇത്തരം മാറ്റങ്ങൾ വരുത്താൻ അടിസ്ഥാന കഥയിൽ നിന്ന്, വ്യാസമഹാഭാരതത്തിലെ അടിസ്ഥാന കഥാതന്തുവിൽ നിന്ന് ശാകുന്തളത്തിന്റെ അഭിജ്ഞാന ശാകുന്തള പുനരാഖ്യാനത്തിലേക്ക് എത്തുമ്പോൾ ഒരു മാറ്റം വരുത്താൻ കാളിദാസനെ പ്രേരിപ്പിച്ചത്? കാളിദാസന്റെ കാലഘട്ടത്തിൽ ബൗദ്ധന്മാരുടെ വലിയ സ്വാധീനം ഇന്ത്യയിലൊട്ടാകെയുണ്ട്. വിരക്തിയിലധിഷ്ഠിതമായ ഒരു ജീവിതത്തിലേക്ക് ആളുകൾ എത്തിപ്പോകുന്ന തരത്തിൽ അവരുടെ സ്വാധീനം ഉണ്ടായിരുന്നു. ആ സ്വാധീനത്തിൽ നിന്ന് ജനതയെ മുക്തരാക്കുക എന്നുള്ളത് ഒരു പക്ഷേ എഴുത്തുകാരൻ എന്ന നിലയിൽ കാളിദാസന്റെ മുമ്പിലുള്ള ഒരു ലക്ഷ്യമായിരിക്കാം. അതിന് ഗാർഹസ്ഥ്യ ജീവിതത്തിന്റെ, പ്രണയത്തിന്റെ, സംസാര ലോകത്തോട് കെട്ടിപ്പിണർന്നു കിടക്കുന്ന ഒരു ജീവിതാവസ്ഥയുടെ ആവിഷ്കാരം കാളിദാസൻ തൻ്റെ കൃതികളിലൊക്കെ നിർവഹിക്കുന്നുണ്ട്. ആ ഗാർഹസ്ഥ്യാദർശത്തിന്റെ ഏറ്റവും മികവാർന്ന ഒരു ആവിഷ്കരണമാണ് ഈ
കൃതി എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ശകുന്തളയുടെ പ്രണയത്തെ, ശകുന്തളയും ദുഷ്യന്തനും തമ്മിലുള്ള ഗാന്ധർവ വിവാഹത്തെയൊക്കെ ആവിഷ്കരിക്കുന്ന ഒരു പക്ഷേ ബൗദ്ധന്മാരുടെ വൈരാഗ്യ ദർശനത്തിനെതിരായിട്ടുള്ള ഒരു ഗാർഹസ്ഥ്യ ദർശനത്തെ ആവിഷ്കരിക്കാനാവാം. ഉത്തമമായ ഗാർഹസ്ഥ്യത്തിന് അടിസ്ഥാനം സ്ത്രീ പുരുഷ ബന്ധം കാമത്തിനപ്പുറത്തേക്ക് വളരുന്ന ഒരു സാഹചര്യമാണ് എന്നുകൂടി ഈ കൃതിയിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടാവാം. എന്താണ് കാമവും പ്രണയവും തമ്മിലുള്ള വ്യത്യാസമെന്ന് മുണ്ടശ്ശേരി വിശദീകരിക്കുന്നുണ്ട്. ലോകത്ത് എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന്റെ അടിസ്ഥാന പ്രേരണകളിൽ ഒന്നാണ് കാമം. കാമത്തിന് രണ്ട് സ്വഭാവങ്ങളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സ്വയം കാമിക്കുകയും, അതായത് സ്വന്തം ജീവിതത്തെ വല്ലാതെ സ്നേഹിക്കുകയും, ഒപ്പം തന്നെ തൻ്റെ ഇണയായി ഒരാളെ പ്രണയിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് എല്ലാ ജീവികളുടെയും അടിസ്ഥാന ചോദനകൾ പ്രവർത്തിക്കുന്നത്. അതിനെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്വയം നിലനിൽക്കാനുള്ള തീവ്രമായ ആഗ്രഹവുമായും സ്വന്തം വംശം നിലനിൽക്കാനുള്ള തീവ്രമായ ആഗ്രഹമായും നമുക്ക് കാണാൻ പറ്റും. സ്വയം നിലനിൽക്കാനുള്ള തീവ്രമായ ആവശ്യത്തിന്റെ, ആഗ്രഹത്തിന്റെ പ്രതിഫലനമായാണ് നമ്മൾ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ഭക്ഷണം തേടിയും പാർപ്പിടം ഉണ്ടാക്കിയും ശത്രുക്കളിൽ നിന്നുള്ള ആക്രമണമില്ലാത്ത തരത്തിൽ തൻ്റെ ശരീരത്തെ സംരക്ഷിച്ചുമൊക്കെ നമ്മൾ ഓരോരുത്തരും നിരന്തരം നമ്മുടെ ശരീരത്തോടുള്ള, നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ്. ഒപ്പം തന്നെ താൻ ഉൾപ്പെടുന്ന വംശത്തിന്റെ വർധനവ് ഓരോ ജീവിയുടെയും താല്പര്യമാണ്. അതിനുവേണ്ടി അവൻ ഇണചേരുന്നു. അങ്ങനെ ഇരതേടലും ഇണതേടലുമാണ് ഏതൊരു ജീവജാലത്തിന്റെയും പ്രാഥമികമായ ചോദന എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ ഇണതേടലിൽ പ്രത്യുൽപാദനം നടത്തുക എന്നുള്ള ജൈവികമായ ഒരു കർമ്മം മാത്രമാണ് പൊതുവെ മറ്റ് ജീവികളിൽ കാണുന്നതെങ്കിൽ, മനുഷ്യൻ അതിൽ പ്രണയത്തിന്റെ ഒരു അംശം കൃത്രിമമായി ചേർക്കുകയാണ് ഉണ്ടായത്. നാഗരികത, സംസ്കാരം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന മറ്റ് ജീവികൾക്ക് ഇല്ലാത്ത ചില വിശേഷങ്ങൾ മനുഷ്യനുണ്ടല്ലോ. മനുഷ്യന്റെ ഈ സംസ്കാരം എന്നുള്ളത് കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത ഒന്നാണ്. സംസ്കരിച്ചാണ് നാം ഇന്നത്തെ നിലയിലേക്ക് എത്തിയത്. അങ്ങനെ സംസ്കരിക്കപ്പെട്ടതിന് സമയത്ത് നാം നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ പുതുതായി ചേർത്ത ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് പ്രണയം. അത് ശരീരബന്ധിയായ കാമത്തെ കുറെ കൂടി ശുദ്ധീകരിച്ച്, ശരീരബന്ധിയായ കാമമാണോ ശുദ്ധം, അതോ മാംസനിബദ്ധമല്ലാത്ത പ്രണയമാണോ ശുദ്ധമെന്ന് ചിലപ്പോൾ നമുക്ക് സംശയം തോന്നിയേക്കും. കാരണം ശുദ്ധമായ ഒന്ന് ആദ്യമേ ഉണ്ടാവുന്നതാണല്ലോ, കലർപ്പുകളൊന്നും ഇല്ലാതെ. നമ്മൾ പിന്നീട് പരിഷ്കരിച്ചെടുത്താണല്ലോ എന്ന അർത്ഥത്തിൽ ശുദ്ധം എന്ന വാക്ക് ഒരു പക്ഷേ അത്ര പ്രസക്തമായിരിക്കില്ല. ശരീരബന്ധിയല്ലാത്തൊരു പ്രണയം എന്ന സങ്കല്പം, അതാണ് പരിശുദ്ധം എന്നൊരു സങ്കല്പം പിന്നീട് നമ്മൾ നമ്മുടെ സാംസ്കാരികമായ വികാസത്തിന്റെ ഭാഗമായിട്ട് ജീവിതത്തിലേക്ക് എഴുതി ചേർക്കുകയാണ്. മാംസനിബദ്ധമല്ല രാഗമെന്ന് ആശാൻ പറയുന്നത് ആ അർത്ഥത്തിലാണ്. അത് പിൽക്കാലത്ത് മനുഷ്യരിൽ വന്നു ചേർന്ന ഒരു വികാരമാണ്. അങ്ങനെ പ്രണയം എന്ന പുതിയ ഒരു ബന്ധം, രണ്ട് മനുഷ്യജീവികൾ തമ്മിൽ, ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ, സാധാരണ നിലയിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ, അല്ലാത്ത പ്രണയങ്ങളും ഉണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ പറയാം, ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുണ്ടാകുന്ന കാമത്തെ കുറെ കൂടി നല്ല ഒരു ബന്ധമാക്കി മാറ്റുന്ന തരത്തിൽ നാം അതിനെ പ്രണയത്തിൽ പൊതിയുകയാണ്. കാമം അടിയിൽ പ്രവർത്തിക്കുകയും അതിൻ്റെയൊക്കെ മേലെ പ്രണയത്തിന്റെ ഒരു വിധാനം സ്ഥാപിച്ചെടുക്കുകയും ചെയ്യാൻ മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് സംസ്കാര സമ്പന്നനായ മനുഷ്യന്റെ ലക്ഷണം എന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രണയനിബദ്ധമായ ഒരു ഗാർഹസ്ഥ്യം, മാംസനിബദ്ധമല്ലാത്ത ഒരു ജീവിതം, അതില് മാംസത്തിന്റെ ആഗ്രഹങ്ങൾ, ലൈംഗികതയുടെ താല്പര്യങ്ങൾ ഒരു പരിമിതമായ താല്പര്യമാണെന്നും അതിനേക്കാളേറെ
പരസ്പരം സ്നേഹിക്കുക, താങ്ങാവുക, തണലാവുക എന്നുള്ളതാണ് ഗാർഹസ്ഥ്യത്തിന്റെ അടിസ്ഥാനം എന്നുമൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തിയെടുത്തിട്ടുണ്ട് സംസ്കാരം. അതിനെ ഒന്നുകൂടി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് നമ്മുടെ ഉള്ളിലേക്ക് പതിപ്പിച്ചെടുക്കാനാണ് കാളിദാസന്റെ കൃതികൾ ശ്രമിച്ചത് എന്ന് ഒരു വാദം. ലോകം ആദരിക്കുന്ന ഒരു പ്രണയകഥയായി അഭിജ്ഞാന ശാകുന്തളം മാറുന്നത് വിവാഹ ശേഷമുള്ള അവരുടെ വിരഹത്തിലൂടെയാണ്. അതിനെയാണ് എല്ലാവരും പുകഴ്ത്തിയിട്ടുള്ളത്. പ്രണയബന്ധം അശൻ പറയുന്നത് പോലെ ഇടാർന്നു വായിക്കും അനുരാഗ നദി വിഘ്നം കൂടാതെ ഒഴുകുന്നില്ലല്ലോ. അങ്ങനെ ആ വിഘ്നത്തെയും മറികടന്ന് കാലങ്ങൾക്ക് ശേഷം അവരൊന്നിക്കുമ്പോഴുണ്ടാകുന്ന അനുരാഗത്തിന്റെ തീവ്രത, അതാണ് ഭൂമിയിൽ നിന്ന് പ്രണയം സ്വർഗത്തിലേക്ക് ഉയരുന്നു എന്ന തരത്തിൽ. തന്നെ വിസ്മരിച്ച് കടന്നുപോയ ദുഷ്യന്തനെ അയാൾ അപരാധങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് തനിക്ക് മുമ്പിലെത്തുമ്പോൾ പഴയ അതേ തീവ്രമായ സ്നേഹത്തോടെ സ്വീകരിക്കാൻ തയ്യാറാവുന്ന ശകുന്തളയെ, തനിക്ക് ശകുന്തളയെ മറന്നു പോകേണ്ടി വന്നതിനെ കുറിച്ച് ഓർത്ത് പരിതപിക്കുന്ന ദുഷ്യന്തനെ ഒക്കെ ആവിഷ്കരിച്ചതിലൂടെ ശരീരത്തിനപ്പുറത്തേക്ക് മാനസികമായ ഒരു വികാരം എന്ന നിലയിൽ വളർന്നു വരുന്ന പ്രണയത്തെ ആവിഷ്കരിക്കുകയും പ്രണയത്തിന്റെ ഉച്ചകോടിയിൽ പരസ്പരം കാമുകി കാമുകന്മാർ ദേവീദേവന്മാരെ പോലെ ആയിത്തീരുന്നതിനെയൊക്കെ നമുക്ക് ഈ കഥയിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്നും, അതാണ് കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിന് മഹാഭാരതത്തിലെ ശകുന്തള കഥയേക്കാൾ ജനങ്ങളുടെ ഇടയിൽ പ്രചാരമുണ്ടാവാൻ കാരണമെന്നുമൊക്കെ നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. പക്ഷേ അവരുടെ ഈ ഒന്നുചേരലിന് ശേഷം ആ ജീവിത ബന്ധം എങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളത് വിശദീകരിക്കാൻ കാളിദാസൻ തയ്യാറാവുന്നില്ല. എല്ലാം പറയേണ്ടത് ഒരു എഴുത്തുകാരന്റെ ജോലിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയാം. അവർ തീവ്രമായ അനുരാഗത്തോടെ ഒന്നു ചേർന്നു എന്ന് പറഞ്ഞാൽ ബാക്കി ആ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് വായനക്കാർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വിഷയം ഇവിടെ വെച്ച് മറ്റൊരു തരത്തിലേക്ക് പോകുന്നത് കാണാം. എന്തുകൊണ്ടാണ് കാളിദാസൻ ശകുന്തളയെ ഇത്തരത്തിൽ കാശ്യപാശ്രമത്തിലേക്കും അതുപോലെ ദുർവാസാവിന്റെ ശാപത്തിലേക്കും ഒക്കെ നയിക്കുന്നത് എന്നുള്ളതാണ് ആ ചോദ്യം. സാമൂഹ്യ ജീവിതത്തിന്റെ ത്രാസിൽ പുരുഷനൊപ്പം തന്നെ നിന്നിരുന്ന സ്ത്രീയെ എങ്ങനെയാണ് ഇത്തരത്തിൽ പുരുഷന്റെ കീഴിലാക്കി കളഞ്ഞത് എന്നതാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. ഭാര്യയെ പരിത്യജിക്കുക എന്നുള്ളത് ഒരു മഹാപരാധമായിട്ടും ആ അപരാധം ചെയ്ത ദുഷ്യന്തനെ ഈ കൃതി ഒരിടത്തും വിമർശിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ദുഷ്യന്തന് നേരെ നീളുമായിരുന്ന വിമർശനങ്ങളെ മുഴുവൻ എഴുത്തുകാരൻ സമർത്ഥമായി പ്രതിരോധിക്കുന്നുമുണ്ട്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ദുർവാസാവിന്റെ കഥ കൊണ്ടുവരുന്നത്. ദുഷ്യന്തൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോയ ശേഷം ചുറ്റുപാടുകൾ മുഴുവൻ വിസ്മരിച്ച് ദുഷ്യന്തനെ കുറിച്ച് മാത്രം ഓർത്തിരിക്കുന്ന ശകുന്തളയുടെ അടുത്തേക്ക് ദുർവാസാവ് എന്ന കഥാപാത്രത്തെ, ക്ഷിപ്രകോപിയായ ആ മുനിയെ കൊണ്ടുവരുന്നത് കാളിദാസനാണ്. അങ്ങനെ മുനി ശാപത്തിന്റെ ഭാഗമായാണ് ദുഷ്യന്തൻ ശകുന്തളയെ പരിത്യജിക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്നതിലൂടെ ശകുന്തളയുടെ ദുരന്തത്തിന് കാരണക്കാരൻ ദുഷ്യന്തനല്ല എന്ന് സ്ഥാപിക്കാൻ എഴുത്തുകാരന് കഴിയുന്നു. എന്തിനായിരിക്കാം അത്തരത്തിൽ ഒരു ശ്രമം എഴുത്തുകാരൻ നടത്തിയത്? നമുക്കറിയാം, കാളിദാസൻ ഒരു രാജകൊട്ടാരത്തിലെ കവിയാണ്. വിക്രമാദിത്യന്റെ കൊട്ടാരത്തിലെ നവരത്നങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഒരു രാജാവിനെതിരെ വിമർശനം ഉന്നയിക്കാനുള്ള പരിമിതി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. അക്കാലത്തെ നിലവിലുണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയിൽ സ്ത്രീയെക്കാളേറെ പുരുഷന് മേൽക്കൈ നേടിക്കൊടുക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ദുഷ്യന്തനെ പോലുള്ള രാജാക്കന്മാർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് അത്ര സുഖകരമായി നിർവഹിക്കാൻ കഴിയുന്ന ഒരു കർമ്മമല്ല എന്ന കാര്യം കൂടി ആ കാലത്തൊരു പക്ഷേ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ദുർവാസാവിന്റെ
സൃഷ്ടിയും അതുപോലെ ദുർവാസാവ് ശകുന്തളയെ ശപിച്ചു എന്നുള്ള കഥയും അതിന് കൊടുത്ത ശാപമോക്ഷവും ഒന്നും ശകുന്തള അറിയാതിരിക്കുന്നതും, ശകുന്തള തനിക്ക് ശാപം കിട്ടിയതിന് പുറമെ ശാപമോക്ഷവും കിട്ടിയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും ആ മുദ്രമോതിരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുമായിരുന്നു. അവളുടെ തോഴിമാർ ആ കാര്യം അവളെ അറിയിക്കുന്നതേയില്ല. വെള്ളിലവള്ളിയുടെ ചോട്ടിൽ ആരെങ്കിലും ചൂടുവെള്ളം ഒഴിക്കുമോ എന്നാണ് അവർ അതിന് ന്യായീകരണം കണ്ടെത്തുന്നത്. തങ്ങളുടെ തോഴിയോട് ദുർവാസാവിൻ്റെ ശാപവിവരം പറഞ്ഞാൽ അവൾ അതോടെ തകർന്നു പോകുമെന്നായിരുന്നു അവരുടെ ഭയം. അതുകൊണ്ട് അവർ പറഞ്ഞില്ല എന്നാണ്. വളരെ ബാലിശമായ ഒരു വാദമായി വേണമെങ്കിൽ നമുക്കിതിനെ കാണാം. നേരെ മറിച്ച് ആ തോഴിമാർ അത് ശകുന്തളയെ അറിയിച്ചിരുന്നെങ്കിൽ അവൾ കുറെ കൂടി ശ്രദ്ധാലുവായി തൻ്റെ കയ്യിലുള്ള ഏക അടയാളം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുമായിരുന്നു. രണ്ട് തരത്തിൽ സ്ത്രീകൾ കുറ്റക്കാരാവുകയാണ്. ഒന്ന്, ദുർവാസാവിനെ പരിഗണിക്കാത്ത തരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നുപോയ ശകുന്തള. രണ്ട്, ശകുന്തളയ്ക്ക് ശാപം കിട്ടിയെന്നും അതിന് ശാപമോക്ഷം കിട്ടിയെന്നുള്ള വിവരം അവളെ അറിയിക്കാത്ത അവളുടെ തോഴിമാർ. ഇങ്ങനെ എല്ലാ പിഴവുകളും സ്ത്രീകളുടേതായിത്തീരുകയും ആ പിഴവുകളുടെ ഭാരം മുഴുവൻ അവർ തന്നെ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന തരത്തിലാണ് ശകുന്തളയുടെ കഥ കാളിദാസൻ ആവിഷ്കരിക്കുന്നത്. അതോടെ ദുഷ്യന്തൻ തെറ്റുകാരനല്ലാതായി മാറുകയും അദ്ദേഹം പിന്നീട് മുദ്രമോതിരം കിട്ടുമ്പോൾ തനിക്ക് സംഭവിച്ച ഓർമ്മ പിഴവ് തിരിച്ചറിഞ്ഞ് ശകുന്തളയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നത് നമുക്ക് നാടകത്തിൽ കാണാം. മാത്രമല്ല, ശകുന്തളയെ കാണാതായതിൻ്റെ തീവ്രമായ വേദന, വിരഹം അദ്ദേഹം അനുഭവിക്കുന്നത് നാടകത്തിൽ നാം കണ്ടറിയുന്നുമുണ്ട്. ഇത്തരത്തിൽ ദുഷ്യന്തനെ കുറെ കൂടി നല്ല ഒരു കഥാപാത്രമായിട്ട് ആവിഷ്കരിക്കുക എന്നുള്ളത് ഒരു പക്ഷേ കാളിദാസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിച്ചിരുന്ന കാലം ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളിൽ അദ്ദേഹത്തിന് അത്രത്തിലേ എഴുതാൻ കഴിയുമായിരുന്നുള്ളൂ എന്നാണ് മുണ്ടശ്ശേരി പറയുന്നത്. അതേസമയം മഹാഭാരത കർത്താവിന് ഇത്തരം നിയന്ത്രണങ്ങളില്ലാതെ എഴുതാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മഹാഭാരതത്തിലെ ദുഷ്യന്തൻ പ്രജകളെ ഭയന്നിട്ടാണ് താൻ ഗാന്ധർവ വിവാഹം കഴിച്ച കാര്യം നിഷേധിക്കുന്നത്. പ്രജാഹിതത്തിനനുസരിച്ച് ഭരണം നടത്തേണ്ടവരായിരുന്നു അന്നത്തെ രാജാക്കന്മാരെന്നും കാളിദാസന്റെ കാലം എത്തുമ്പോഴേക്കും രാജഹിതത്തിനനുസരിച്ച് ജീവിക്കേണ്ടവരായി പ്രജകൾ മാറുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് കൂടി നമുക്ക് ഈ സമയത്ത് എത്താവുന്നതാണ്. മഹാഭാരതത്തിലെ ശകുന്തളയെ ദുഷ്യന്തൻ നിരസിക്കുന്നത് ജനങ്ങളെ പേടിച്ചാണ്. അശരീരി വരുന്നതോടെ ജനങ്ങൾക്ക് മുന്നിൽ എല്ലാം ബോധ്യമാവുകയാണ്. രാജാവ് ഏതോ ഒരു സ്ത്രീയെ അവളുടെ ഒരു ബ്ലാക്ക് മെയിലിംഗ് ഭയന്ന് സ്വീകരിക്കുമെന്നും ഏതോ ഒരു സ്ത്രീയുടെ കുട്ടിയെ യുവരാജാവാക്കുന്നു എന്നുമുള്ള ജനാപവാദം അദ്ദേഹത്തിന് സ്വീകാര്യമായിരുന്നില്ല. രാമനും ജനാപവാദത്തെ ഭയക്കുന്നത് നമുക്ക് കാണാം. സീത അഗ്നിയിൽ ചാടി തൻ്റെ പാതിവ്രത്യം തെളിയിച്ചത് രാമന്റെ മുന്നിലാണ്, ലക്ഷ്മണന്റെ മുമ്പിലാണ്. മറ്റാരും അത് കണ്ടിട്ടില്ല. ജനങ്ങൾക്ക് ഉള്ള സംശയം ദൂരീകരിക്കാനുള്ള ഒരു സാഹചര്യമായിട്ട് അതിനെ രാമന് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് സീതയെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ ചെറിയ ചെറിയ കുശുകുശുപ്പുണ്ടാകുമ്പോഴേക്കും രാമൻ സീതയെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നത്. ഒരു രാജാവ് പ്രജാഹിതത്തിനനുസരിച്ച് ജീവിക്കണമെന്നുള്ളത് ആ കാലത്തെ ആളുകളുടെ ഒരു വിശ്വാസമായിരുന്നു. അതുകൊണ്ട് പ്രജകൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ അശരീരി ഉണ്ടായപ്പോൾ ശകുന്തളയെ സ്വീകരിക്കാൻ ദുഷ്യന്തന് ഒട്ടും മടിയുണ്ടായില്ല. നമുക്ക് ഈ ലേഖനം ഉപസംഹരിക്കാം. കാളിദാസൻ ഏതോ കുഴപ്പക്കാരനാണെന്ന് തരത്തിലല്ല ഈ ലേഖനത്തിലൂടെ മുണ്ടശ്ശേരി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. കാളിദാസന് ഇത്തരത്തിലേ എഴുതാൻ കഴിയുമായിരുന്നുള്ളൂ. അത് കാളിദാസന്റെ കുഴപ്പമല്ല, കാലം എഴുത്തുകാരനിൽ ചെലുത്തുന്ന സ്വാധീനമാണ്. എഴുത്തുകാരൻ കാലത്തിൽ നിന്ന് മാറി നടക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹം ജീവിക്കുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒക്കെ ചെലുത്തുന്ന സമ്മർദ്ദങ്ങൾ
എഴുത്തുകാരനെ സ്വാധീനിച്ചു കൊണ്ടിരിക്കും. അതാണ് കാളിദാസൻ കാലത്തിൻ്റെ ദാസനാണ് എന്ന് പറഞ്ഞുകൊണ്ട്